പ്രേംകുമാർ MLA, ഒറ്റപ്പാലം MLA കൂടി നമുക്ക് പഞ്ചേരിക്കുകയാണ്. ശ്രീ പ്രേംകുമാർ, ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത് ഈ കോൺഗ്രസിന്റെ ബൂത്ത് ഓഫീസിൽ വെച്ച് പരസ്യമായി തന്നെ പണം നൽകുന്നു. അതിനർത്ഥം പരസ്യമല്ലാതെ രഹസ്യമായി തന്നെ പണം നൽകിയിട്ടുണ്ടാകാം. ഈ കോൺഗ്രസിന് ഇങ്ങനെ പണം നൽകി മാത്രം വോട്ട് പിടിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നത് എന്താണ്? താങ്കളുടെ ശ്രദ്ധയിലെ വിഷയം പെട്ടിട്ടുണ്ടാകണം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ടോ? വ്യാപകമായി തന്നെ ഒരു ഇത്തരത്തിൽ വോട്ട് നൽകിയ ഒരു സാഹചര്യം ഉണ്ടോ അവിടെ കോൺഗ്രസ്? അതെ 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 ഇത് വളരെ ജനാധിപത്യ പ്രക്രിയയിൽ ഒരു നിലയിലും നടക്കാൻ പാടില്ലാത്തതാണ് കോൺഗ്രസ് നടത്തുന്നത്. പട്ടാപ്പകൽ റോഡിന്റെ വശത്തുള്ള ഔട്ടർ ബൂത്തിലിരുന്നാണ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിലെ സ്ഥാനാർത്ഥി വോട്ടർമാർക്ക് പണം നൽകുന്നതായിട്ട് കൃത്യമായി ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നത്. പരാജയം ഉറപ്പുവരുമ്പോൾ എങ്ങനെയെല്ലാം അതിനെ മറികടക്കാനും അതിജീവിക്കാനും കഴിയുമെന്നുള്ള പരിശ്രമമാണ്. അത് വൃഥാവിലാവുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ കോൺഗ്രസ് എന്ന നിലയിൽ എങ്ങനെയെല്ലാമാണ് ഒരു തെരഞ്ഞെടുപ്പിൽ അവർ ഇടപെടുന്നത് എന്നത് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുകയാണ്. ഇത്രമാത്രം അപമാനകരമായ നിലയിൽ കോൺഗ്രസ് എത്തിപ്പെട്ടു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇത് അവരുടെ രീതിയാണ് എന്ന് നാം തിരിച്ചറിയുകയും ചെയ്യുന്നു. ജനങ്ങൾ ഇതിനോടെല്ലാം നല്ല നിലയിൽ തന്നെ പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് കീഴ്പ്പെടുത്താനുള്ള പരിശ്രമമാണ് ഒരു വാർഡ് തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്നാണ് ഇന്ന് മനസ്സിലാക്കുന്നത്. ഇത് ജനങ്ങൾ ശക്തമായി ഇതിനെതിരായിട്ട് പ്രതികരിക്കുകയും രംഗത്ത് വരികയും ചെയ്യും എന്ന പ്രതീക്ഷയാണ് ഇതിന്റെ ഭാഗമായി പങ്കുവയ്ക്കാനുള്ളത്. ശ്രീ പ്രേംകുമാർ, ഒരുപക്ഷെ നമുക്കറിയാം മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് UDF എടുത്തിരിക്കുന്ന അതിഗുരുതരമായ ചില വിഷയങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മതരാഷ്ട്രവാദികളുമായുള്ള കൂട്ടുകെട്ട്. അങ്ങനെ ഏത് വിധേനയും വോട്ട് വാങ്ങുക, നാണം കെട്ട കോൺഗ്രസ് ഏത് വിധേനയും വോട്ട് വാങ്ങുക എന്നുള്ളത്, അതിന് മതരാഷ്ട്രവാദികളുമായി കൂട്ടുകൂടാം, വർഗീയ കക്ഷികളുമായി കൂട്ടുകൂടാം, ഇതുപോലെ പണം കൊടുക്കുകയും ചെയ്യാം. ഇത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ താങ്കളുടെ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും ജനങ്ങൾ വികസനത്തിന്റെയും ക്ഷേമത്തിന്റെയും ഭാഗമായി LDF സർക്കാർ മുന്നോട്ട് വെച്ച വ്യത്യസ്തമാർന്ന പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള നേട്ടങ്ങളെല്ലാം അനുഭവിക്കുകയാണ്. അത് മനസ്സിലാക്കിയ ജനതയെ ഏത് വിധേനയും തെറ്റിദ്ധരിപ്പിക്കാനും അവരെ ആശയക്കുഴപ്പത്തിലാക്കാനുമുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിനെയെല്ലാം നമ്മുടെ നാട് അതിജീവിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഗവൺമെന്റ് മുൻകൈയെടുത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഗവൺമെന്റ് രാജ്യത്തിന് മാതൃകയാകുന്ന നിലയിൽ സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുന്ന നിലയിലുള്ള അവർക്കുള്ള സഹായ പദ്ധതികള്, അതുപോലെ തന്നെ യുവാക്കൾക്ക് അവർക്ക് സഹായം നൽകുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം രാജ്യത്തിന് മാതൃകയാകുന്ന പ്രവർത്തനങ്ങളാണ്. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏറ്റവും പ്രധാനം സാമൂഹ്യക്ഷേമ പെൻഷനെല്ലാം കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുകയും രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന നിലയിൽ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ കേരളം കൈവരിച്ച നേട്ടം അവരുടെ ജീവിതാനുഭവങ്ങളിൽ അവർക്ക് ഒത്തുകാണിക്കാനും അനുഭവിക്കാനും കഴിഞ്ഞിട്ടുള്ള നേട്ടങ്ങളാണ്. അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. അതെല്ലാം ജനങ്ങൾ വളരെ പോസിറ്റീവായി തന്നെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും എന്ന ആത്മവിശ്വാസം തന്നെയാണ് ഈ സന്ദർഭത്തിൽ പ്രകടിപ്പിക്കാനുള്ളത്.